ഹായ് ഓൾ. റെയിൽവേ എക്സാംസിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ പ്രാക്ടീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി ഇതിനു മുമ്പ് പാർട്ട് 1 ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ സെഷനിൽ നമ്മൾ ബാക്കിയുള്ള റിമൈനിങ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് കമ്മിങ് ഡേയ്സിൽ നമ്മൾ റെയിൽവേയുടെ ബാക്കി എക്സാംസിൽ നടന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ആ ഒരു ക്വസ്റ്റ്യൻസും ആ ഒരു പ്രാക്ടീസിന്റെയും അപ്ഡേറ്റ്സിനൊക്കെ വേണ്ടി നമുക്ക് ഡയറക്റ്റ്ലി ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. നമ്മൾ ആദ്യമേ നോക്കുന്നത് നമുക്ക് ആദ്യമേ വരാനിരിക്കുന്ന എക്സാംസ് എന്ന് പറയുന്നത് മോസ്റ്റ്ലി RPF ആയിരിക്കും വരാനിരിക്കുന്ന എക്സാംസ്. അതുകൊണ്ട് തന്നെ നമ്മൾ RPFന്റെ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ആദ്യമേ ചെയ്യുന്നത്. RPF കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മൾ ILPയും അതുപോലെ തന്നെ NTPCയും റെയിൽവേയുടെ റിമൈനിങ് ക്വസ്റ്റ്യൻസിലേക്ക് നമ്മൾ പോകുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ മുമ്പിലുണ്ട്. ഇഫ് 4 into 4 raised to 3 divided by 512 divided by 8 raised to 4 into 32 into 8 raised to 4 equal to 4 raised to a, find the value of a. ഒരു സിംപ്ലിഫിക്കേഷൻ അതിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത് ബേസ്ഡ് ഓൺ പവേഴ്സ് ഓർ ഇൻഡിസസ്. നമുക്ക് അതിനെ എങ്ങനെ പെട്ടെന്ന് സോൾവ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെ 4 into നമുക്ക് തന്നെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അവിടെ തന്നിരിക്കുന്ന 4 into 4 raised to 3 എന്നാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയാം 4 into 4 എന്ന് പറയുന്നത് 16 ആണ്. സോ 16 raised to 3 എന്ന് നമുക്ക് അതിനെ എടുക്കാം. ഡിവൈഡഡ് ബൈ നമുക്കവിടെ 512 ഡിവൈഡഡ് ബൈ 8 എന്നാണ് തന്നിരിക്കുന്നത്. ആൻഡ് അത് റേസ് ടു നമുക്ക് 4 എന്ന് തന്നിട്ടുണ്ട്. ദെൻ അഗെയിൻ ഇൻറ്റു 32 റേസ് ടു 4 ഇൻറ്റു 8 റേസ് ടു 4 എന്ന് നമുക്ക് ആ പവേഴ്സിനെ ബ്രാക്കറ്റിൻ്റെ അകത്തേക്ക് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇനി ഇതിനൊന്ന് ക്യാൻസൽ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടുന്ന് 8ഉം 512 കൂടി ക്യാൻസൽ ചെയ്യാം. 8ഉം 512 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്ക് അവിടുന്ന് 64 എന്ന് വരും. അപ്പോൾ 50 അകത്ത് 8 6 ടൈംസ് പോകും. ദെൻ റിമൈൻഡർ 3 ആൻഡ് 32ൽ നമുക്ക് 8 4 ടൈംസ് പോകും. 64 എന്ന് വരും. ആൻഡ് ദെൻ നമുക്ക് റേസ് ടു പവർ ഉണ്ട് 4 എന്ന്. അപ്പോൾ റേസ് ടു പവർ 4 അവിടെ ഉണ്ട്. ഇനി നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് എടുത്തെഴുതാം. അപ്പോൾ നമുക്ക് ഒന്നുകൂടി ഇതിനെ ഒന്ന് എടുത്തെഴുതുകയാണെങ്കിൽ നമുക്ക് 16 റേസ് ടു 3 ഡിവൈഡഡ് ബൈ 64 റേസ് ടു 4 ഇൻറ്റു 32 റേസ് ടു 4 ഇൻറ്റു 8 റേസ് ടു 4 ആണ് നമുക്ക് പിന്നെ അവിടെ ബാക്കിയുള്ളത്. സോ 64 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 64 എന്ന് പറഞ്ഞാൽ 16 ഇൻറ്റു 4 ആണ് 64 എന്ന് പറഞ്ഞാൽ. ആൻഡ് അതിൻ്റെ മേളിൽ പവർ 4 ഉണ്ടായതുകൊണ്ട് രണ്ടിൻ്റെയും മേളിൽ പവർ 4 വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടുത്തെ 16ന്റെ ക്യൂബും ഇവിടുത്തെ 16ന്റെ ക്യൂബും കൂടി ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 16 ആയിരിക്കും ബാക്കി വരുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇതിനെ ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാം 16 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 റേസ് ടു 4 ആണ്. ആൻഡ് ഇവിടെ നമുക്ക് ഓൾറെഡി ഒരു 4 റേസ് ടു 4 ഉണ്ട്. ആൻഡ് ഇത് ഒരുമിച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇത് വരുന്നത് 2 into 4 8 ആൻഡ് 8 റേസ് ടു 4 എന്നാണ് നമുക്ക് ഇവിടെ നിന്ന് വരുന്നത്. സോ 8 റേസ് ടു 4ഉം ഇവിടെയുള്ള 8 റേസ് ടു 4ഉം എന്ത് ക്യാൻസൽ ആയി പോകും. സോ നമുക്ക് ഇവിടുത്തെ ഈ ഒരു താഴത്തെ 64 റേസ് ടു 4 ക്യാൻസൽ ആയി പോയി. സോ ഇനി നമുക്കവിടെ ബാക്കി വരുന്നത് 32 റേസ് ടു 4 മാത്രമേ ബാക്കിയുള്ളൂ. പക്ഷെ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അതെന്ന് പറയുന്നത് 4 റേസ് ടു എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 32 റേസ് ടു 4നെ ഒന്ന് 4ന്റെ പവറിലേക്ക് കൊണ്ടുപോകുകയാണെങ്കിൽ 32 റേസ് ടു 4നെ നമുക്ക് എങ്ങനെ എഴുതാം? 32 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 2 റേസ് ടു 5 ആണ്. സോ 2 റേസ് ടു 5 റേസ് ടു 4 നമുക്ക് അതിനെ എടുക്കാം. സോ 2 റേസ് ടു 5 റേസ് ടു 4 എന്ന് പറഞ്ഞാൽ 2 റേസ് ടു 4 into 5 20 ആണ്. ആൻഡ് അത് 2 റേസ് ടു 20 ആണെങ്കിൽ അതെന്ന് പറയുന്ന 4 റേസ് ടു 10 ആയിരിക്കും. സോ നമുക്ക് ഇനി ഇവിടെ നിന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവിടെ ചോദിച്ചിരിക്കുന്ന 4 റേസ് ടു എ എന്ന് പറയുന്നത് എത്ര ആണെന്നാണ് ചോദിച്ചിരുന്നത്. സോ 4 റേസ് ടു എ എന്ന് പറയുന്നത് ആ എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 10 എന്നായിരിക്കും വരുന്നത്. സോ നമ്മുടെ ഓപ്ഷൻ എ 10 ആണ് നമ്മുടെ ആൻസർ. സോ കാണാൻ ഒരു ഇച്ചിരി കോംപ്ലിക്കേറ്റ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ അതിന്റെ പവേഴ്സ് ഒന്ന് നോക്കി ഹാൻഡിൽ ചെയ്താൽ വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റൻ ആണ് തന്നിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റനിലേക്ക് പോകാം. നമുക്ക് അടുത്തൊരു പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. ദ മാർക്കറ്റ് പ്രൈസ് ഓഫ് എ മൊബൈൽ ഫോൺ ഈസ് ₹12,400. സോ നമുക്ക് MP തന്നിട്ടുണ്ട് 12,400 ആയിട്ട്. ആൻഡ് ദി ഷോപ്പ് കീപ്പർ അലൗസ് എ ഡിസ്കൗണ്ട് ഓഫ് 30% ഓൺ ഇറ്റ്. ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് നമുക്ക് തന്നിരിക്കുന്നത് 30% ആണ് ഡിസ്കൗണ്ട് പെർസെൻറ്റേജ് തന്നിരിക്കുന്നത്. ഫൈൻഡ് ദ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി മൊബൈൽ ഫോൺ എന്നാണ് പറഞ്ഞത്. സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേണ്ടി ആ ഒരു മൊബൈലിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 12,400 ആണ് MRP എന്ന് പറയുന്നത്. 30% വില കുറച്ച് കൊടുക്കുകയാണെങ്കിൽ പിന്നെ കൊടുക്കുന്ന എത്ര പെർസെൻറ്റേജിലായിരിക്കും? 70%.
30% വില കുറച്ച് കൊടുക്കുകയാണ്. 30% വില കുറച്ചെങ്കിൽ പിന്നെ കൊടുക്കുന്ന എത്ര ആയിരിക്കും? 70%ലായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന MP-യുടെ 70% കണ്ടുപിടിച്ചാൽ സെല്ലിംഗ് പ്രൈസ് എത്ര എന്നുള്ളത് കിട്ടും. സോ നമുക്ക് അത് വളരെ പെട്ടെന്ന് സോൾവ് ചെയ്യാം. പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്തു, 2 സീറോസ് ക്യാൻസൽ ചെയ്തു. നമുക്ക് ഇതിന്റെ യൂണിറ്റ് ഡിജിറ്റ് ഒന്ന് യൂസ് ചെയ്യാം. ബിക്കോസ് ഓപ്ഷൻസിലെ എല്ലാത്തിന്റെ യൂണിറ്റ് ഡിജിറ്റിൽ 0 മാറ്റി കഴിഞ്ഞാൽ പിന്നുള്ള യൂണിറ്റ് ഡിജിറ്റ്സ് എല്ലാം തന്നെ ഓരോ ഡിഫറെന്റ് ഡിജിറ്റ്സ് ആണ്. 8, 6, 4 and 2 ആണ്. സോ ആൻസർ വളരെ പെട്ടെന്ന് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. സോ അങ്ങനെയാണെങ്കിൽ 4 into 7 എന്ന് പറയുന്ന 28 ആണ് യൂണിറ്റ് ഡിജിറ്റിൽ വരുന്നത്. അപ്പോൾ അവസാനം 8 വരുന്ന ഓപ്ഷൻ ഏതുണ്ട്? അവസാനം 8 വരുന്ന ഓപ്ഷൻ ഒരെണ്ണേ ഉള്ളൂ, നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ. സോ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ 124 into 7 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് റഫായിട്ട് അല്ലെങ്കിലും ചെക്ക് ചെയ്യാൻ പറ്റും. 100 into 7 എന്ന് പറയുമ്പോൾ 700 ആണ്. ദെൻ 24 into 7 എന്ന് പറയുമ്പോൾ അത് ഏകദേശം ഒരു 150, 160 റേഞ്ചിലായിരിക്കും പോകുന്നത്. അങ്ങനെയാണെങ്കിൽ 700ഉം 160 റേഞ്ച് കൂടി പ്ലസ് ചെയ്യുമ്പോൾ അത് 860 റേഞ്ചേ വരുന്നുള്ളൂ. പിന്നെ ആ 0 എക്സ്ട്രാ ഉള്ളത് 0 കൂടി ചേരുമ്പോൾ അത് 1000 റേഞ്ചിലേക്ക് പോകും. സോ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഒരു ഓപ്ഷൻ, 2 ഓപ്ഷൻസ് ആണ് സാറ്റിസ്ഫൈ ചെയ്യുന്നത്, ഫസ്റ്റും സെക്കൻഡും. അപ്പോൾ അതിലും നമുക്ക് ഏറ്റവും കൂടുതൽ പോസിബിൾ എന്ന് പറയുന്നത് നമ്മുടെ ഈ പറയുന്ന ഓപ്ഷൻ എ ആണ് കൂടുതൽ പോസിബിൾ ആയിട്ട് വരുന്നത്. പിന്നെ നമ്മുടെ യൂണിറ്റ് ഡിജിറ്റ് യൂസ് ചെയ്യുന്നതാണ് വളരെ എളുപ്പം. സോ നമുക്ക് ആൻസർ വരുന്നത് 8680 എന്നാണ് നമുക്ക് ആൻസർ വരുന്നത്, 8680. സോ അതാണ് നമ്മുടെ സെല്ലിംഗ് പ്രൈസ് ഓഫ് ദി മൊബൈൽ എന്ന് പറയുന്നത്. ക്ലിയർ? നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകാം നമുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു റേഷ്യോയുടെ ക്വസ്റ്റ്യൻ ആണ് കൊടുത്തിരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്കവിടെ പറയുന്ന ഇത്രയേ ഉള്ളൂ, A/B എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്, അതേപോലെ B/C എന്നുള്ളത് നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിക്കുന്ന A/C എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഇവിടുന്ന് A/B into B/C എടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് ബിയും ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തേ വരത്തുള്ളൂ? A/C ആയിരിക്കും ബാക്കി വരുന്നത്. സോ അതേപോലെ നമുക്ക് ആ വാല്യൂസിനെയും നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് A/B എന്ന് പറയുന്ന 4/5 എന്ന് തന്നിട്ടുണ്ട്, ആൻഡ് B/C എന്ന് പറയുന്ന 3/8 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 4ഉം 8ഉം ക്യാൻസൽ ചെയ്താൽ 2 എന്ന് വരും. സോ ഇവിടെ നമുക്ക് 3/2 into 5 നമുക്ക് 10 എന്ന് വരും. സോ നമുക്ക് 3/10 എന്നായിരിക്കും നമ്മുടെ A/Cയുടെ വാല്യൂ കിട്ടുന്നത്. സോ ഓപ്ഷൻസിലേക്ക് വരുവാണെങ്കിൽ 3/10 എന്ന് പറയുമ്പോൾ ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ, 3/10 ഓപ്ഷൻ സി. ആൻഡ് നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. അടുത്തൊരു ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ ക്വസ്റ്റൻ ആണ്. അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള യൂഷ്വൽ സ്പീഡ് ആൻഡ് യൂഷ്വൽ ടൈമിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അറ്റ് ഈസ് യൂഷ്വൽ സ്പീഡ് ഓഫ് 48 km/h. അപ്പോൾ നമുക്ക് യൂഷ്വൽ സ്പീഡ് തന്നിട്ടുണ്ട് 48 km/h. 48 km/h. A man reaches his office in time. Okay, 48 km/h യൂഷ്വൽ സ്പീഡിൽ പോകുമ്പോൾ ആൾ കറക്റ്റ് സമയത്ത് ഓഫീസിൽ എത്തുന്നുണ്ട്. ഇഫ് ഹി ഗോസ് ബൈ 5/6 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്. എന്താ പറയുന്നത്, ആളുടെ യൂഷ്വൽ സ്പീഡിന്റെ 5/6 പോകുമ്പോൾ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു പ്രസന്റ് സ്പീഡ് ഉണ്ട്, അതുകൂടാതെ ആളുടെ ഒരു യൂഷ്വൽ സ്പീഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് പറഞ്ഞേക്കുന്നത് 5/6 ഓഫ് ഹിസ് യൂഷ്വൽ സ്പീഡ്, 5/6. അപ്പോൾ യൂഷ്വൽ എന്ന് പറയുന്നത് 6 ആണ്, ഇപ്പോഴത്തെ സ്പീഡ് എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ ഇത് നമുക്ക് സ്പീഡിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ആൻഡ് ആളുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ത് ചെയ്യത്തില്ല, മാറത്തില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡിസ്റ്റൻസ് കോൺസ്റ്റന്റ് ആണെങ്കിൽ നമ്മുടെ സ്പീഡിന്റെ റേഷ്യോ 5/6 ആണെങ്കിൽ ടൈമിന്റെ റേഷ്യോ എന്തായിരിക്കും? 6/5 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഹി റീച്ചസ് ഹിസ് ഓഫീസ് 8 minutes ലേറ്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാം ലേറ്റ് ആണോ എന്ന്. നമുക്കിവിടെ ഇപ്പോഴത്തെ ഒരു ഈ കണ്ടീഷൻ, ടൈമിന്റെ കണ്ടീഷൻ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം 6 എടുക്കുന്നുണ്ട്, നേരത്തെ എത്ര എടുക്കുന്നുള്ളായിരുന്നുള്ളൂ? 5 എടുക്കുന്നുള്ളായിരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ദാറ്റ് ഇപ്പം കൂടുതൽ സമയം എടുക്കുന്നുണ്ട്, സോ ആള് ലേറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് എത്രയാണ്, എത്ര മിനിറ്റ് ആണ് ലേറ്റ് എന്ന് നമുക്ക് നോക്കിയാൽ ഇവിടെ റേഷ്യോയില് 1 ആണ് ലേറ്റ്, ആൻഡ് ആ 1നെയാണ് അവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ 8 minute ലേറ്റ് എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ 1 എന്ന് പറഞ്ഞാണ് 8 minutes. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ടു ഹിസ് ഓഫീസ് ഫ്രം ഹോം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആളുടെ വീട്ടിൽ നിന്ന് ഓഫീസിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം സ്പീഡും വേണം, അതുപോലെ തന്നെ നമുക്ക് ടൈമും വേണം. അപ്പോൾ നമുക്ക് സ്പീഡ് തന്നിട്ടുണ്ട്, ടൈമും കൂടി നമുക്ക് എടുത്താൽ മതി. അപ്പം നമുക്ക് ഈ പറയുന്ന യൂഷ്വൽ സ്പീഡ് 6 എന്ന് പറഞ്ഞാണ് എന്തും തന്നേക്കുന്നത്, 48 km/h എന്ന് നമുക്ക് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് ഈ യൂഷ്വൽ ടൈം കൂടി കിട്ടിയാൽ മതി. അപ്പോൾ 1 എന്ന് പറയുന്നത് 8 minutes ആണെങ്കിൽ 5 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 1 into 8 ആണ് 8, സോ 5 into 8 40 minutes ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പം സ്പീഡ് അറിയാം, ടൈം അറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതെല്ലാം കൂടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ 48 into നമുക്ക് ടൈം 40 minutesലാണ്, പക്ഷേ നമ്മുടെ സ്പീഡിന്റെ യൂണിറ്റ് km/h. സോ ആ മിനിറ്റിനെ ഹവറിലേക്ക് ആക്കാൻ by 60 എടുക്കുവാണ്. ദെൻ നമുക്ക് ഈ സീറോസ് ക്യാൻസൽ, ആൻഡ് ദെൻ നമ്മൾ ഈ 6ഉം 48 കൂടി ക്യാൻസൽ ചെയ്യുമ്പോൾ നമുക്കിവിടെ 8 ടൈംസ് വരും. സോ 4 into 8 നമുക്ക് 32 എന്ന് വരും. സോ 32 km ആണ് നമുക്കവിടെ കവർ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്, 42 km. സോ ഡിസ്റ്റൻസ് ഫ്രം ഹിസ് ഓഫീസ് ടു ഹോം ഓർ ഹോം ടു ഓഫീസ് എന്ന് പറയുന്നത് 32 km ആണ്. അപ്പോൾ ഇതൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വളരെ കോമൺ ആയിട്ട് എല്ലാ എക്സാംസിലും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് ഇത്. നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റിനിലേക്ക് നമുക്ക് പോകാം. ഒരു ആവറേജിന്റെ ക്വസ്റ്റൻ ആണ് തന്നിരിക്കുന്നത്.
അപ്പോൾ എപ്പോഴെങ്കിലും ഓപ്ഷനിൽ ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ ചെക്ക് ചെയ്യുക ആ ഓപ്ഷൻ വരാൻ ചാൻസ് ഉണ്ടോ എന്ന് ആദ്യമേ ചെക്ക് ചെയ്യുക. ബിക്കോസ് ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും വരുന്ന ഒരു ഓപ്ഷൻ അല്ല, വല്ലപ്പോഴും മാത്രം വരുന്ന ഓപ്ഷനാണ്. ഒരു കോമൺ ഓപ്ഷൻ അല്ല ഡാറ്റ ഇൻഅഡിക്വേറ്റ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കനോട്ട് ബി ഡിറ്റർമൈൻഡ് അങ്ങനെയൊക്കെ ഓപ്ഷൻസ് ഉള്ളെങ്കിൽ എപ്പോഴും ആ ഒരു ഓപ്ഷൻ വരാൻ പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ആദ്യമേ ചെക്ക് ചെയ്യുക. ഒന്നും കൂടെ ക്വസ്റ്റിനിൽ കൊടുത്തേക്കുന്നത് ദ ആവറേജ് ഏജ് ഓഫ് ബോയ്സ് ഇൻ എ ക്ലാസ് ഇസ് 16 തന്നിട്ടുണ്ട്. ബോയ്സിന്റെ ആവറേജ് ഏജ് 16 ആൻഡ് ദാറ്റ് ഓഫ് ദി ഗേൾസ് ഇസ് 15 എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ക്ലാസിന്റെ ഹോൾ ക്ലാസിന്റെ ആവറേജ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒന്ന് നമുക്കിവിടെ നോക്കിയാൽ കാണാം, ബോയ്സ് എത്ര ഉണ്ട് എന്ന് തന്നിട്ടില്ല, ഗേൾസ് എത്ര ഉണ്ടെന്ന് തന്നിട്ടില്ല. നമുക്ക് അവിടെ ബോയ്സിന്റെ ആവറേജും ഗേൾസിന്റെ ആവറേജ് മാത്രമേ തന്നിട്ടുള്ളൂ. എന്നാൽ ഫുൾ ക്ലാസിന്റെ ആവറേജ് ആണ് ചോദിക്കുന്നത്. കൈൻഡ് ഓഫ് ഒരു കമ്പൈൻഡ് ആവറേജിന്റെ ക്വസ്റ്റൻ ആണ് നമുക്ക് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ കമ്പൈൻഡ് ആവറേജിന്റെ കേസിൽ നമുക്ക് ബോയ്സും ഗേൾസിന്റെയും കൗണ്ട് അറിയാതെ നമുക്ക് ആ കമ്പൈൻഡ് ആവറേജ് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. പിന്നെ യൂഷ്വലി അത് മെൻഷൻ ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടും ഈക്വൽ ആണ് എന്ന് എടുത്താൽ മതി, എന്ന് എടുക്കാൻ നമുക്ക് പറ്റത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. എനിക്ക് ഒരുപാട് പേരും ഈ ക്വസ്റ്റിന്റെ ആൻസർ മാർക്ക് ചെയ്യാൻ പോകുന്നത് 16ഉം 15ന്റെയും ഇടയ്ക്കുള്ള വാല്യൂ 15.5 ആയിരിക്കും മാർക്ക് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അത് ആൻസർ വരത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കാം. നമുക്ക് ആ കൗണ്ട് രണ്ടും സെയിം ആണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റത്തില്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ബോയ്സും ഗേൾസിന്റെ കൗണ്ട് ഇല്ല. സോ നമുക്ക് ഇവിടെ ഡാറ്റ ഇൻഅഡിക്വേറ്റ് ആണ്. സോ ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ. സോ ഓപ്ഷൻസിൽ എപ്പോഴെങ്കിലും ഡാറ്റ ഇൻഅഡിക്വേറ്റ് കനോട്ട് ബി ഡിറ്റർമൈൻഡ് എന്നൊക്കെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ആദ്യമേ ചെക്ക് ചെയ്യേണ്ടത് ആ ഓപ്ഷൻ വരാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യുക. ബിക്കോസ് ആ ഓപ്ഷൻസ് കോമൺ ഓപ്ഷൻസ് അല്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സോ അഗൈൻ നമ്മൾ ഈ സെഷനിൽ RPFന്റെ എക്സാമിന്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നമ്മുടെ ഓൾറെഡി 2 സെഷൻസ് കഴിഞ്ഞു. റെയിൽവേയുടെ അതുപോലെ തന്നെ SSCയുടെ ക്വസ്റ്റ്യൻസിന്റെയും നമ്മൾ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇതുവരെ അത് കണ്ടിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ചാനലിൽ പോയി അത് കാണുക. അതുപോലെ ചാനൽ ഫോളോ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ഇതിന്റെ ബാക്കിയുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടി. ഐ ഹോപ്പ് ദ വീഡിയോ യൂസ്ഫുൾ ആയിരുന്നു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ വേറെ ആയിരിക്കുന്ന എക്സാംസിന് അത് ഹെൽപ്പ് ചെയ്യട്ടെ. കമ്മിങ് സെഷൻസ് നമുക്ക് ഇതിന്റെ കൂടുതൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.